ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലത്തീൻ സഭ അയയുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് റിപ്പോർട്ട് അംഗീകരിച്ച നടപടിയിൽ ദുരൂഹതയെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര 24 പറഞ്ഞു. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വരട്ടെയെന്നും ഫാദർ യൂജിൻ പെരേര. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ പല നടപടികളിലൂടെ KLCA എന്ന സംഘടന 1000 സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു. ഈ അവസാന നിമിഷത്തിൽ ഇത്തരം ദീർഘകാലമായി നടന്ന പഠനത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ദുരൂഹതകളുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞത്ത് ജനങ്ങൾക്കായി അവതരിപ്പിച്ച 475 കോടി രൂപയുടെ പദ്ധതി പോലും ഈ സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നും ലത്തീൻ സഭ വിമർശനം ഉയർത്തി. 475 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശിച്ചത് അത് ഞങ്ങളുടെ ഈ 475 കൊണ്ട് ഈ പ്രശ്നം തീരുമെന്നല്ല. പക്ഷേ ഈ പ്രശ്നം ആ പോർട്ട് നിർമ്മാണമാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ഭാഗമായി നടത്താമെന്ന് പറഞ്ഞിരിക്കുന്ന പുനരധിവാസം 300 കോടി രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന കടലേറ്റത്തിലൂടെ നഷ്ടപ്പെടുന്ന വീടുകൾക്ക് വേണ്ടി ഭൂമിയും വീടുകളും വയ്ക്കാമെന്ന് സമ്മതിച്ചിരുന്നത്. ഈ സമരം നിർത്തുന്ന സമയത്ത് 7 കാര്യങ്ങൾ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. ആകെ മൊത്തം ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന മുട്ടത്തുറയിൽ കുറച്ച് ലാൻഡ് എടുത്ത് അവിടെ 300 കുടുംബങ്ങളെ പാർപ്പിക്കാനുള്ള ഫ്ലാറ്റുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് ജിബിൻ JB തത്സമയം ചേരുന്നു. ജിബിൻ, യൂജിൻ പെരേര പ്രശ്നത്തിലാണോ? അദ്ദേഹം ഇതിനോടൊന്നും നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു, പറയൂ. അത് തന്നെയാണ് എസ്കേൻ. കാരണം സർക്കാരിൻ്റെ ഈ ഒരു നടപടി, അതായത് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് തത്വത്തിൽ അംഗീകരിക്കുക എന്നുള്ള ഒരു നിലപാട്, അതിലാണ് ഇപ്പോൾ ലത്തീൻ സഭ അയ്യാത്ത മട്ടിൽ നിൽക്കുന്നത്. കാരണം ഈ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ കുറച്ച് നാളായി, പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ഈ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ രൂപത ഉന്നയിച്ചിരുന്ന 7 ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതിനെ തുടർന്നാണ് അന്ന് ഈ സമരം അവസാനിപ്പിക്കുകയുണ്ടായത്. പക്ഷേ ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ ഒരു കാര്യം, അതായത് ഈ വീട് പോയവർക്ക് വീട് നൽകാമെന്നുള്ളൊരു കാര്യം മാത്രമാണ് നടപ്പിലായത് എന്നാണ് ഇപ്പോൾ രൂപത പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും സർക്കാരുമായി ഒരു അന്വയത്തിന് ഇതുവരെയും സഭ തയ്യാറാകാത്തതെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് ഇപ്പോഴും വീട് പോയവരിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഈ മുട്ടത്തറയിലുള്ള ഫ്ലാറ്റിൽ പുനർഗേഹം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നിർമ്മിച്ച ഫ്ലാറ്റിൽ വീട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവർക്കൊന്നും തന്നെ ഇപ്പോഴും തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം ഇവരെല്ലാം ഈ വിഴിഞ്ഞം മേഖലയുമായി ബന്ധപ്പെട്ട് കടലോര മേഖലയിൽ പണിയെടുത്തവരാണ്. അപ്പോൾ അത്തരക്കാർക്ക് ഇവർക്ക് നിലവിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ തുടർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ നിന്നൊരു മാറ്റം വരണം. അതിനാണ് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്ന് പുറത്തു വന്ന 475 കോടി രൂപയുടെ ഒരു പദ്ധതി, ഈ വിഴിഞ്ഞത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു 475 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതി പോലും ഇതുവരെയും സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി യൂജിൻ പെരേര പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം KPCCയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലും ലത്തീൻ രൂപതയുടെ വക്താവ് കൂടിയായ മോൺസിഞ്ഞോർ യൂജിൻ പെരേര പങ്കെടുത്തിരുന്നു. അവിടെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇതേ കാര്യമാണ്. കാരണം ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്, അതായത് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ലത്തീൻ സഭ മാത്രമല്ല മറ്റ് സഭകൾ സർക്കാരുമായി ചെറിയ രീതിയിലൊക്കെ ഇടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടൊക്കെ. ആ ഒരു സമയത്ത് ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുകയും ആ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറയുന്നത് അത് ഒരു ദുരൂഹതയുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണോ എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ലത്തീൻ സഭ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3 വർഷം കാലമായി തങ്ങൾ ഈ ഒരു നിലപാട്, അതായത് ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പല തവണയും മുഖ്യമന്ത്രിയോടും സർക്കാരിനോട് ആവശ്യപ്പെട്ടാണ്. പക്ഷേ ഇതുവരെയും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ലത്തീൻ കത്തോലിക്ക സമുദായത്തിൻ്റെ ഔദ്യോഗിക ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് KLC എന്ന് പറയുന്നത്. KLC ഇത് സംബന്ധിച്ച് 1000-ലധികം പ്രക്ഷോഭങ്ങൾ പല ഭാഗങ്ങളിലായി നടത്തിയിരുന്നു. അന്നൊന്നും തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടാനോ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ലത്തീൻ സഭയ്ക്ക് ഉള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ലത്തീൻ സഭ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സ്വീകരിക്കണോ ഈ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.